ദേവികുളത്തെ കാവ്യ പുതപ്പിച്ച് എൻഡിഎ സ്ഥാനാർത്ഥി എസ് രാജേന്ദ്രന്റെ റോഡ് ഷോ. അടിമാലിയിൽ നടന്ന റോഡ് ഷോയിൽ നൂറുകണക്കിന് പ്രവർത്തകരാണ് അണിനിരന്നത്. അടിമാലിയിൽ നടന്ന മണ്ഡലം കൺവെൻഷൻ ഗോവ മുൻ ഗവർണർ PS ശ്രീധരൻപിള്ള ഉദ്ഘാടനം ചെയ്തു. തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ ദേവികുളം മണ്ഡലത്തിൽ കളം നിറയുകയാണ് എൻഡിഎ സ്ഥാനാർത്ഥി എസ് രാജേന്ദ്രൻ. രണ്ടാം ഘട്ടത്തിൽ രാജേന്ദ്രന്റെ പ്രചരണം ബഹുദൂരം മുന്നിലാണ്. മുന്നണി മാറി മത്സരിക്കുന്നതിന്റെ പരിഭവം തോട്ടം തൊഴിലാളികളിൽ ഏതുമില്ല. കടന്നു ചെല്ലുന്നിടത്തെല്ലാം വലിയ സ്വീകാര്യതയാണ് എസ് രാജേന്ദ്രനുള്ളത്. അതിന്റെ തെളിവാണ് അടിമാലിയിൽ നടന്ന റോഡ് ഷോ. അടിമാലി പഞ്ചായത്ത് ടൗൺ ഹാളിൽ നടന്ന മണ്ഡലം കൺവെൻഷന് ശേഷമാണ് റോഡ് ഷോ ആരംഭിച്ചത്. രാജ്യത്ത് CPM-ഉം CPI-യും ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് എസ് രാജേന്ദ്രൻ ഉൾപ്പെടെയുള്ള ആളുകൾ CPM-ഉം CPI-യും വിട്ട് ദേശീയ ജനാധിപത്യ സഖ്യത്തിനൊപ്പം ചേർന്നതെന്ന് ചിന്തിക്കേണ്ടതുണ്ടെന്നും കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് PS ശ്രീധരൻപിള്ള പറഞ്ഞു. എന്തുകൊണ്ട് CPI വിട്ട് ഗുരുനാഥൻ എന്തുകൊണ്ട് ഈ പ്രസ്ഥാനത്തിലേക്ക് വന്നിരിക്കുന്നു? ഈ കൊച്ചു കേരളത്തിന് നാനാഭാഗത്തും ഇത്തരത്തിൽ BJP-യിലേക്ക് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളിൽ നിന്നും കോൺഗ്രസിൽ നിന്നും ചുമതലപ്പെട്ടവർ ഉൾപ്പെടെ ആത്മാർത്ഥമുള്ള പ്രവർത്തകന്മാർ പ്രവഹിക്കുകയാണ്. എന്തുകൊണ്ട് MLA ആയും ട്രേഡ് യൂണിയൻ മേഖലയിലും തൊഴിലാളി വർഗത്തിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ ചരിത്രം സൃഷ്ടിച്ച ചരിത്ര പുരുഷനായ ഒരാൾ BJP-യിലേക്ക് എത്തി? BJP അടിമാലി മണ്ഡലം പ്രസിഡന്റ് അനീഷിന്റെ അധ്യക്ഷത വഹിച്ച കൺവെൻഷനിൽ BJP ഇടുക്കി ജില്ലാ ദേശീയ തെരഞ്ഞെടുപ്പ് ഇൻചാർജ് സന്ദീപ് സുരേഷ് ലേലെ, BJP നോർത്ത് ജില്ലാ പ്രസിഡന്റ് ശ്രീവിദ്യ സുരേഷ്, BJP സംസ്ഥാന സമിതി അംഗം GR ഗുരുനാഥൻ, നേതാക്കളായ VN സുരേഷ്, KS സജി, സോജൻ ജോസഫ്, VR അളകരാജ് എന്നിവർ സംസാരിച്ചു. ജനം, ഇടുക്കി.